ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മളൊരു പുതിയ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം നമ്മൾ ഗുരുവായൂരിനടുത്തുള്ള ആനക്കോട്ടയിലേക്കാണ്, പുന്നത്തൂർ ആനക്കോട്ട. ഇതാണ് ഗുരുവായൂർ ആനക്കോട്ടയിലെ പ്രസിദ്ധമായ ഈ പണ്ടത്തെ കോട്ട, പുന്നത്തൂർ ആനക്കോട്ടയാണ് കാണുന്നത് കേട്ടോ. ആനക്കോട്ടയുടെ അടുത്തുള്ള ആനകൾക്ക് കുളിക്കാനുള്ള കുളമാണ് കേട്ടോ കാണുന്നത്. വളരെ വിശാലമായൊരു കുളമാണിത്. ആനകളെ കുളത്തിലേക്ക് ഇറങ്ങിയത് ഈ വഴിയാണ് കേട്ടോ. ഇവിടെ ആനകൾ ഇടഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വന്നിറങ്ങുന്ന സ്ഥലം ഈ കുളമാണ്. കണ്ടില്ലേ, ഒരു കാടിൻ്റെ ഒരു പ്രതീതി കിട്ടിയത്. പണ്ടത്തെ പുന്നത്തൂർ കോട്ടയുടെ ബാക്ക് സൈഡാണ് കാണുന്നത്. നമുക്ക് ആനേനെ കുളിപ്പിക്കുന്നൊന്ന് കണ്ടാലോ. വളരെ വിശാലമായൊരു നടപ്പാതയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഫുള്ളൊരു ആംബിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ നമ്മളൊരു ഫോറസ്റ്റിലൂടെയൊക്കെ പോണൊരു ഫീൽ ഇവിടെ കിട്ടും. ഇവിടെ ഒരു കുട്ടിക്കൊമ്പൻ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ടൈമിൽ കുറേ ആനകളൊക്കെ നീരുള്ള ടൈമായിരിക്കുക. ഞാനൊക്കെ പശകാവും ചിലപ്പോൾ, പറയാൻ പറ്റില്ല. ഇവിടെ പണ്ടൊരു 70-80 ആനകളോളം ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു ഇത്. പിന്നെ ഇതൊക്കെയാണ് ആനകളുടെ എണ്ണം കുറഞ്ഞത്. ഇതാണ് ഗുരുവായൂർ ആനത്തോട്ടിൽ. ഇതിലാണ് നമ്മളെ ഇവിടുത്തെ ആനകളെയൊക്കെ കൊണ്ടുവരുന്ന ആനകളെയൊക്കെ ചട്ടം പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതൊന്നും ഉപയോഗിക്കാറില്ല എന്ന് തോന്നുന്നു. ഇവിടെ ഒരാൾ ഡാൻസ് കളിച്ചിട്ടുണ്ട്, നമുക്ക് കാണിച്ചു തരാം. ഇയാൾ ഡാൻസിൻ്റെ മെയിൻ ആളാണ്. നമ്മൾ കണ്ടപ്പോൾ തുമ്പിക്കൈ പൊക്കി കാണിക്കുന്നുണ്ട്. ഗുരുവായൂർ ദിവസം ബാലുമാണ് കേട്ടോ അത് കാണുന്നത്. അതിൻ്റെ പേരോടെ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് മനസ്സിലായി നമുക്ക്. ഇനി ഇതാ ഇവിടെ ഒരു ഒറ്റയ്ക്ക് നിൽക്കണു. ആളൊറ്റക്കൊമ്പനാണ്. ഒറ്റക്കൊമ്പനാണ് കണ്ണനാണ്. ഇവിടെ ഒരു പാവാണ് നിൽക്കുന്നത് കേട്ടോ. ഇതൊരു പാവത്താനാണ്. ഇവനാളൊരു പാവത്താനുണ്ട് കേട്ടോ. വളരെ ശാന്തനായിട്ട് നിൽക്കുന്നുണ്ടല്ലേ, യാതൊരു ശല്യമില്ല.
ഇവിടെ വേറെ ആനകളോട് കുളിപ്പിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അതിൻ്റെ അടുത്തേക്ക് ചില അവർ സമ്മതിക്കുന്നില്ല. നമുക്ക് അടുത്ത് പോയിട്ടൊരു വീഡിയോ എടുക്കാൻ വെച്ചായിരുന്നു. ഇവിടെ ഒരു പെണ്ണാനുണ്ട് കേട്ടോ, കാണിച്ചു തരാം. അവൾക്ക് ദേഷ്യം വരുന്നുണ്ട്. നമുക്ക് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടേക്കാട്ടോ. ഇവിടെ 2 കൊമ്പന്മാരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ആളിത്തിരി പെശകുള്ള ആൾക്കാരാണ് അതൊക്കെ. ഇവിടേക്ക് പോകാൻ പാടില്ല എന്ന് സെക്യൂരിറ്റി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇത്തിരി പെശക. പണ്ടത്തെ ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗമായിരുന്നു കേട്ടത്. ഇപ്പോൾ തകർന്നു. അതിൻ്റെ അപ്പുറത്ത് പുതിയത് പണിയുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ, ഇതിപ്പോൾ ഞാൻ വന്നിരിക്കുന്ന ഒരു ഇടദിവസമാണ് കേട്ടോ. പക്ഷേ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ കാണാൻ. ഗുരുവായൂർ അമ്പലം സന്ദർശിക്കുന്നത് ഒരുവിധ ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരും. പക്ഷേ കേട്ടോ, ഇപ്പോൾ കുട്ടിയിൽ ഏകദേശം ഒരു 10-30 ആനകളുള്ളൂ ഇവിടെ. ബാക്കിയുള്ളത് കുറച്ച് ക്ഷേത്രത്തിലുണ്ടാവും. ഈ കാണുന്ന വണ്ടിയിലുള്ളത് ആന കഴിച്ചിട്ടുള്ള പട്ടയുടെ വേസ്റ്റാണ്. പുന്നത്തൂർ ആനക്കോട്ട, ആ കോട്ടയാണ് കാണുന്നത്. ഇപ്പോൾ ഇതൊക്കെ കുറച്ച് ഇടിഞ്ഞു പൊളിഞ്ഞ് വരാറായി. പുനരുദ്ധാരണം നടക്കുന്നുണ്ട്. പണ്ടത്തെ ഭയങ്കര വലിയൊരു കോട്ടയായിരുന്നു കേട്ടോ. ഇടയ്ക്ക് വരുമ്പോൾ തന്നെയുള്ളൊരു ആംബിയൻസ് കണ്ട എന്താ ഫീല്. പണ്ടൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറി ഇരിക്കാനൊക്കെ പറ്റിയിരുന്നു. ഇവിടെ ആനക്കോട്ടയുടെ ഒരു 360 ഡിഗ്രിയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരിക്കും. ആനക്കോട്ടയിൽ നിന്ന് നോക്കുമ്പോൾ ഫ്രണ്ട് ഭാഗം കാണാൻ കേട്ടോ. ഒരുപാട് ആൾക്കാർ വെറുതെ നമുക്ക് നടന്ന് കാണാനും വന്നിരിക്കാനും സംസാരിക്കാനൊക്കെ ഇവിടേക്ക് വരാറുണ്ട്. കാരണം നല്ലൊരു നമുക്കിവിടെ അറിയാലൊക്കെ ഉണ്ട്. ആലുകൾ കുറേ ഉണ്ട്. ശുദ്ധമായ വായു ലഭിക്കും ഇവിടെ. പിന്നെ ഒരു ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്. ഗൈസ്, നമ്മളെ വ്ളോഗിൻ്റെ വീഡിയോ കഴിഞ്ഞു. ആനക്കോട്ട പരിപാടി കഴിഞ്ഞു. നമ്മൾ തിരിച്ചു പോകണം. അത് എൻ്റെ അനിയത്തിയാണ് കേട്ടോ. ഞാൻ ആനക്കോട്ട വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവൾക്ക് വേണമെന്ന് പറഞ്ഞു.